ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന മാതാപിതാക്കൾ, പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 145 അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവൻ്റെ മഹിമ അഗോചരമത്രേ. തലമുറയോട് നിൻ്റെ ക്രിയകളെ പുകഴ്ത്തി നീ നിൻ്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിൻ്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിൻ്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മഹാദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കും. ഉടവൽ ഹവന ഹസ്തുര്യ കഥാവെ, ഞാൻ അടിയനെ എളിയവന് സമർപ്പിക്കും. ഞാനൊന്നുമല്ല കഥാവെ. അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് ഇടപെടണം. കണ്ണുനീരോടെ ഭാരത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടുന്ന് ജനത്തോട് ഇടപെടണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മെ വഴി നടത്തുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നവരായി മാറണം. ആ ദൈവസന്നിധിയിൽ നാം സ്തുതി അർപ്പിക്കുന്നവരായി, പുകഴ്ത്തുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, താതൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, താതൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെപ്പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാം തൻ്റെ മാറിൽ ദിനം ദിനമായി, തൻ്റെ മാറിൽ ദിനം ദിനമായി. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നമ്മെ വഴി നടത്തിയ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നവരായി, അവന് ചെയ്ത നന്മകളെ ഓർത്ത്, ഒരുപക്ഷെ നമ്മുടെ യാത്രവേളകളിൽ നമ്മെ സഹായിച്ച അനേകരുണ്ട്, നമ്മെ കരുതിയ അനേകരുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകരുണ്ട്, നമുക്ക് വേണ്ടി നിരന്തരം നമുക്ക് വേണ്ടി കരുതിയ അനേകർക്കുണ്ട്. അവരെയെല്ലാം നാം നന്ദി പറയുന്നവരായി ആദ്യം നാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ നടത്തുന്ന, നമ്മെ ഞെരുക്കത്തിൻ്റെ മധ്യയിൽ, കണ്ണുനീരിൻ്റെ മധ്യമായിക്കൊള്ളട്ടെ, നമ്മെ നടത്തുന്ന ആ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നവരായി, നമ്മെ സഹായിച്ചവരെ നാം നന്ദി ഉള്ളവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. അപ്പോൾ ഒരു ഭക്തനു മാത്രമേ
എന്നും സ്തുതിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പം ദാവീദ് ഒരു നല്ല ഭക്തനാണ്. ദാവീദിൻ്റെ ജീവിതം നോക്കിയാൽ ദാവീദ് ദൈവത്തെ ആരാധിക്കുന്ന ഭക്തനാണ്, സ്തുതിക്കുന്ന ഭക്തനാണ്. അതുമാത്രമല്ല, ദാവീദ് ഒരു നല്ല പ്രാർത്ഥന മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ നാൾതോറും ദൈവം നമ്മെ വഴി നടത്തണമെങ്കിൽ നാം നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി, സ്തുതിക്കുന്നവരായി, നന്ദി പറയുന്നവരായി, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവരായി, അവനെ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് പറയുവാൻ സാധിക്കണം. നാം ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമ്മുടെ നിലവിളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ നമ്മെ നിശ്ചയമായി ഇറങ്ങി വന്ന് വെടിവെക്കുന്ന ഒരു ദൈവീക സാന്നിധ്യത്തെ, ഒരു ദൈവീക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 145 അതിൻ്റെ 18, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. ഇന്ന് ആരെല്ലാം സത്യമായി കർത്താവിനെ നിലവിളിക്കുന്നുവോ, കുടുംബ തകർച്ചയുടെ അവസ്ഥയുണ്ട്, രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്നവരുണ്ട്, എങ്ങനെ കുടുംബത്തെ നയിക്കണമെന്ന് ഭാരപ്പെടുന്ന അനുഭവമുണ്ട്. എന്നാൽ നീ ഇന്ന് സത്യമായി ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ, യേശുവേ എൻ്റെ വിഷയത്തിന് മേൽ എന്നെ സഹായിക്കണമെന്ന് നീ വിളിച്ച് അപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. നിലവിളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ, നിന്നെ രക്ഷിക്കുന്ന ഒരു കരമുണ്ട്. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. അതിന് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഭാരങ്ങളെ യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക. അവൻ നിന്നെ പുലർത്തും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങളെൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എന്നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. എൻ ചുമടിലകവും എൻ ഭാരമൃദുമായിരിക്കുന്നു. നാം അഭിമുഖീകരിക്കുന്ന ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ വെക്കുമ്പോൾ, നാം അവൻ്റെ കരങ്ങളിൽ വെക്കുമ്പോൾ നമ്മുടെ നിലവിളിക്ക് അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവൻ സാധിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, റിബലഹന്ത രഗതിയ, നിൻ്റെ നിലവിളിയുടെ ആവശ്യത്തിനു മേൽ അവൻ നിന്നെ ഇന്ന് സഹായിക്കുന്ന ദൈവമാണ്. ഇന്ന് നിന്നെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് നിനക്കായി അവൻ പുതുതായി ഒന്ന് ചെയ്തിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ, നീ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അവരെ അവൻ രക്ഷിക്കും. നീ പ്രിയ സഹോദര മാതാവേ, നീ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന വിഷയങ്ങളുണ്ട്. രോഗാവസ്ഥയായിരിക്കാം, കുഞ്ഞിനെ പറ്റിയുള്ള ഭാരമായിരിക്കാം, മക്കളില്ലാത്ത ഭാരമായിരിക്കാം, കടഭാരമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു നല്ല ഭവനമില്ലാത്ത അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട് വെച്ച് അത് ജപ്തിയായ അവസ്ഥയായിരിക്കാം. എന്നാൽ നിനക്കായി കർത്താവ് ഇന്ന് പുതുതായി ചെയ്തിരിക്കുകയാണ്. നീ നിലവിളിക്കുന്ന അനുഭവം സ്വർഗം അറിയുന്നു. ഹബുന ലഘോഷ്യ ധരാസിയ അർക്കൽ മനഹതുരഹസ്യ, നീ നിലവിളിക്കുന്ന അനുഭവത്തിൻ്റെ മേൽ സ്വർഗം അവിടുത്തെ കരം, യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. ആ യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. എൻ്റെ ദൈവം അവൻ ഞാനാകുന്ന ദൈവമാണ്. അവൻ അത്ഭുതമന്ത്രിയാം ദൈവമാണ്. അവൻ വീരനാം ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ തൻ്റെ ഭക്തരുടെ നിലവിളി ഉടവൽ ഹന്തറിയ കേട്ട് കടന്നു പോകുന്ന ദൈവമല്ല. തൻ്റെ ഭക്തരുടെ നിലവിളി കേട്ട് അവൻ അവരെ രക്ഷിക്കുന്ന ദൈവമാണ്. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. ഹൗഷാബര, അവനെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്ന ദൈവം. അതിനപ്പുറമായി അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന ദൈവം. നീ കണ്ണുനീരോടെ പ്രയാസത്തോടെ കടന്നു പോകുന്ന ജീവിതമേ, നിൻ്റെ നിലവിളി കേട്ട് അവൻ
നിന്നെ ഇന്ന് രക്ഷിച്ചിരിക്കുകയാണ്. അവനെ നിനക്ക് വിടുതൽ നൽകിയിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. നമ്മെ ഇന്ന് വിടിവിച്ച ദൈവത്തെ, ഇന്ന് നമ്മെ പരിപാലിച്ച ദൈവത്തെ, അത് എൻ്റെ ദൈവം ഇന്ന് വചനമയച്ച് എൻ്റെ വിഷയത്തിന്മേൽ വിടുതൽ നൽകിയുമെന്ന് എത്ര പേർ വിശ്വസിച്ചു. അവരുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങളെ, അതിശയങ്ങളെ ചെയ്തിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ആമേ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം അത് കാണുവാൻ സാധിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കൂ. ഉടാബലഹന്തരിയ, അവരുടെ നിലവിളി കേട്ട് ആരെല്ലാം നിലവിളിക്കുന്നുവോ അവർക്കെല്ലാം സ്വർഗം ഇന്ന് രക്ഷയുടെ അനുഭവം കൊണ്ടുവന്നിരിക്കുകയാണ്. തകർച്ചകളെ മാറ്റി വിടുതൽ നൽകിയ ദിവസമാണ്. രോഗാവസ്ഥകളെ മാറ്റി സൗഖ്യം നൽകിയ ദിവസമാണ്. ബിസിനസ് തകർച്ചകളെ മാറ്റി ഉടവശന്തരിയ പുതുവാതിലുകളെ തുറന്ന ദിവസമാണ്. ഭവനമില്ലാത്ത അവസ്ഥയിൽ ആ പുതിയ ഭവനം പണിയാൻ സ്വർഗവാതിൽ തുറന്നിരിക്കുകയാണ്. ജപ്തിയുടെ അവസ്ഥയാണ്, ഇതെല്ലാം മാറ്റി അതിനാൽ കർത്താവ് നീക്കുപോക്കുകൾ വെച്ചിരിക്കുകയാണ്. മക്കളെ പറ്റി ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം ഇന്ന് പുതുവഴികൾ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി, നന്ദിയുള്ളവരായി മാറുക. ദാവീദിനെ പോലെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം അത് സ്തുതി പറയുന്നവരായി, നന്ദി പറയുന്നവരായി നാം മാറണം. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാദൈവമേ, സ്വർഗപിതാവേ, നിലവിളിക്കുന്ന, രക്ഷയില്ലാതെ നിലവിളിക്കുന്ന അനേക കുടുംബമണ്ഡലത്തിൽ എൻ്റെ സ്വർഗം ഇന്ന് വാതിലുകളെ, വഴികളെ അനേക നിലവിളിക്കുന്ന അനുഭവമുണ്ട്. ഭയപ്പെടുന്ന അനുഭവം. ഹൗഷാലഹസിയ, എൻ്റെ വിഷയത്തെ ആര് പരിഹരിക്കും, എൻ്റെ ഈ വിഷയത്തിന് മേൽ ആര് സഹായിക്കുമെന്ന് ഭാരപ്പെടുന്ന അനേക കുടുംബ മണ്ഡലങ്ങളുടെ മേൽ, അനേക വ്യക്തി ജീവിതങ്ങളിൽ, സഹോദരി സഹോദരന്മാരുടെ മേൽ, പിതാക്കന്മാരുടെ ജീവിതത്തിൽ കർത്താവേ, നിൻ്റെ അദൃശ്യമായ കരം, അവിടുത്തെ കരം രക്ഷിക്കുന്ന കരം, അവിടുത്തെ കരം സഹായിക്കുന്ന കരം, അവിടുത്തെ കരം കരുതൽ നൽകുന്ന കരം, അവിടുത്തെ അദൃശ്യമായ കരം കർത്താവേ, അവിടുന്ന് അതിൻ്റെ മേൽ എല്ലാം ഭാവിവരിക്കുന്ന, നിലവിളിക്കുന്ന അനുഭവത്തിൻ്റെ മേൽ, എല്ലാ വിഷയത്തിൻ്റെ മേൽ അവിടുത്തെ രക്ഷിക്കുന്ന കരം ഇന്ന് ജനത്തിനു മേൽ പ്രവർത്തിച്ച കൃപയ്ക്കായി, അവരെ പൂർണ്ണമായി വിടിവിച്ച കൃപയ്ക്കായി നന്ദി പറയും. ഭയപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.